ഹലോ, അസ്സലാമു അലൈക്കും. ഇപ്പോൾ റീൽസും കാര്യങ്ങളൊന്നും എല്ലാം ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ നബിദിനം, അതിൻ്റെ പരിപാടികൾ അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ റീലും എല്ലാം ചെയ്യണില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താ ചെയ്യാത്തത്, എന്താ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യില്ലേ, യൂട്യൂബിൽ ചെയ്യില്ലേ എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ ഓരോ തിരക്കാണ്. ഇൻഷാ അല്ലാഹ് റെഡിയാവും. പിന്നെ അതേമാതിരി ഞാൻ പറയാൻ ഉദ്ദേശിച്ച വിഷയം എന്താ വെച്ചാൽ എല്ലായിടത്തും മീലാദ് നബി ആയിട്ട് ഭയങ്കര സംഭവമാക്കി ഇങ്ങനെ എല്ലാവരും ഭയങ്കര സെറ്റപ്പിൽ പരിപാടികളൊക്കെ നടത്താണ്. ഞാൻ പല സ്ഥലത്തും കാണുന്നുണ്ട്. രാത്രി 12 മണിക്ക് 1 മണിക്ക് 2 മണി വരെയൊക്കെ കുട്ടികൾ, ചെറുപ്പക്കാർ, വലിയല്ല ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ നിന്നിട്ട് അരങ്ങൊട്ടിക്കലും ലൈറ്റ് കത്തിക്കലും അതിൻ്റെ സംബന്ധമായിട്ടുള്ള പല കാര്യങ്ങളും ഓരോ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ ഈ പ്രവർത്തിക്കുന്ന ആളുകളൊന്നും സുബൈക്ക് പള്ളിക്കും വരുന്നില്ല, അതേമാതിരി സുബൈ നിസ്കരിക്കണമില്ല. പറന്ന് ഒഴിവാക്കിയിട്ട് സുന്നത്തെടുത്ത് അതിന് പ്രതിഫലം കിട്ടില്ല. അപ്പോൾ പിന്നെ അതേമാതിരി തന്നെ ലഹരിക്ക് അഡിക്റ്റ് ആയ ആളുകൾ വരെ എന്ത് ചെയ്യാണ് ഇതിന് നബിദിനത്തിൽ സന്തോഷിക്കാൻ കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷേ ഒരു ബർക്കത്ത് നഷ്ടപ്പെടും. അപ്പോൾ ഇതിൽ മാക്സിമം ദീനിയായിട്ട് നടക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, മാക്സിമം ഇതിനൊക്കെ ഭാഗമാകുക. അല്ലാത്തല്ല നമ്മൾ ഒഴിവാക്കുക. കാരണം ഓലെ ഇത് മാത്രം വരുമ്പോൾ ഒരു നബിദിനം വരുമ്പോൾ ഇതിന് വേണ്ടി ചെയ്യുക. ബാക്കിയുള്ള ദിവസമൊന്നും പള്ളിക്കും വരില്ല, നബിദിനും ഇല്ല, പിന്നെ ഒന്നുമില്ല. നബിനെ സ്നേഹിക്കുക പറഞ്ഞാൽ നബിൻ്റെ ജീവിതം ആരാണ് ജീവിക്കണേ ഓൽക്കാണ് നബീനെ ആഘോഷിക്കാൻ അറിയാതുള്ളൂ. അല്ലാത്തവർക്ക് നബിൻ്റെ പേരിൽ ഇങ്ങനെ പറയാന്നല്ലാതെ അള്ളാഹിൻ്റെ അടുത്ത് റസൂലിൻ്റെ അടുത്ത് ഓലെ ഇഷ്ടം ഉണ്ടാവില്ല. ഓലെ ഇഷ്ടം കിട്ടാതെ നമ്മൾ ഇത് എത്ര ചെയ്തിട്ടും എത്ര വർക്ക് കഴിച്ചിട്ടും ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക, നമ്മൾ ജീവിതം ശരീരയിലാകണം, എന്നാൽ എല്ലാത്തിനും പ്രതിഫലം ഉണ്ടാവും. അപ്പോൾ ദയവേത് സുബീക്ക് അള്ളാഹിക്കിയിട്ടും സുബീ ജമാഅത്ത് നഷ്ടപ്പെടുത്തിയിട്ടും ഇങ്ങനത്തെ കാര്യങ്ങളും ചെയ്യാതെക്കുക. കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പകൽ ചെയ്തോളി, കുഴപ്പമില്ല. മാക്സിമം രാത്രിയെ വിഭാഗത്തിലാക്കുക. പിന്നെ അതേമാതിരി സുബി നിസ്കാരം കഥാക്കുക. അതൊക്കെയാണ് നമുക്ക് പറയാനുള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യും. എല്ലാവരും ഞാൻ പറഞ്ഞുകൊണ്ട് എതിർപ്പുണ്ടാവില്ല എന്ന് കരുതി. കാരണം നമ്മൾ സത്യങ്ങൾ വിളിച്ച് പറയണം. ഇത് ചിലപ്പോൾ ഇതിന് നെഗറ്റീവ് കമൻ്റ് ഇടാനും പലതും ചെയ്യാനും പറയാനൊക്കെ ആളുകളുണ്ടാവും. അത് നമുക്ക് വിഷയമല്ല. നമുക്ക് അല്ലാഹു റസൂൽ ആലോ. അസ്സലാമു അലൈക്കും.